ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഗ്രോ ബാഗിനകത്ത് അല്ലെങ്കിൽ സിമെൻറ്റ് ജാക്കിനകത്ത് ഇരിക്കുന്നതായ മണ്ണിനെ നമ്മൾ പുതിയ കൃഷിയിലേക്ക് നമുക്ക് എങ്ങനെ ഒരുക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മണ്ണൊരുക്കുന്നതിനെ കുറിച്ചുള്ള കുറേ വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പം പുതുതായിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് ഈ മണ്ണൊരുക്കുന്നതിനെ കുറിച്ച് ശരിക്കും അറിയത്തില്ല. അപ്പം അവരെയും നമ്മളെന്ത് വേണം, നമ്മുടെ കൃഷിയിലേക്ക് സ്വാഗതം ചെയ്യണം. അവർക്ക് കൃഷി പാഠങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. അപ്പം നമുക്കിരിക്കുന്നതായ ഈ പഴയ സിമെൻറ്റ് ചാക്കിനകത്ത് അല്ലെങ്കിൽ സഞ്ചിയിൽ അരിച്ചാക്കിനകത്തോ ഒക്കെ ഇരിക്കുന്ന മണ്ണിനെ നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ട് വരുമ്പോഴും ഒരേ സഞ്ചിയിൽ തന്നെ നമ്മൾ അല്ലെങ്കിൽ ഒരേ ഗ്രോ ബാഗിൽ തന്നെ കൃഷി ചെയ്ത് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന മാതിരി വിളവ് നമുക്ക് കിട്ടത്തില്ല. മണ്ണിൻ്റെ ഫലപുഷ്ടിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ അങ്ങനെ നമ്മൾ ഒരുക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ ഗ്രോ ബാഗുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇനം വിത്തുകളും അതേപോലെ തന്നെ പുതിയ നമ്മുടെ ഗ്രോ ബാഗും എത്തിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം കൃഷിയിലോട്ട് പോകാം. ഇവിടെ നമ്മൾ പഴയ നമ്മുടെ തക്കാളി കൃഷി ചെയ്ത സിമെൻറ്റ് ചാക്കും അതേപോലെ തന്നെ ആ പഴയ ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിക്കൊണ്ട് വേണം ഇനി നമുക്കൊരു പുതിയ കൃഷിയിലോട്ട് കയറാനായിട്ട്. അപ്പം ഈ നമ്മുടെ സിമെൻറ്റ് ചാക്കിലിരിക്കുന്ന മണ്ണെല്ലാം നമുക്ക് ഒരിടത്തോട്ട് മാറ്റണം. എന്നിട്ട് അതിനെ വീണ്ടും വളമൊക്കെ ഇട്ടിട്ട് വേണം അടുത്ത കൃഷി തുടങ്ങാനായിട്ട്. അപ്പോൾ ഇവിടെ ഇതെല്ലാം പോയിട്ട് ഇവിടെ എല്ലാം ഉണ്ട്. പുല്ലൊക്കെ എത്ര നമ്മൾ വൃത്തിയാക്കിയാലും പിന്നെ ഇങ്ങനെ പുല്ല് വന്നുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ കൊടുക്കുന്ന വളമൊക്കെ പകുതി പുല്ലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അപ്പം ചാക്കിനകത്തു നിന്നൊക്കെ ഒലിച്ച് വരുന്നതായ വെള്ളവും വളമൊക്കെ വലിച്ചെടുത്ത് അവരും അതിൻ്റെ കൂടെ അങ്ങ് വളർന്നു കയറും. സിമെൻറ്റ് ചാക്കിലിരിക്കുന്ന ചാക്ക് മണ്ണുണ്ടല്ലോ, ഓരോ ചാക്ക് മണ്ണ് വീതം ഉണ്ട്. അതിനകത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിട്ടിട്ട് അതിൻ്റെ മേളിൽ കൊണ്ടുവന്ന് എല്ലാം കൂടെ കൂട്ടിയിടാം. എന്നിട്ട് വേണം നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം എൻ്റെ ലീല ചേച്ചിയുടെ ഭർത്താവാണ് ഇപ്പം നമുക്ക് കൃഷിയൊക്കെ ചെയ്തു തരുന്നത്. എൻ്റെ മുഖമാണ് കാണിച്ചത്. ലീല ചേച്ചിയുടെ ഭർത്താവാണ് ഞാൻ. ഇപ്പം ഗ്രോ ബാഗ് ഇരുന്ന ഭാഗമല്ല, അതായത് നമ്മുടെ സിമെൻറ്റ് ചാക്ക് ഇരുന്ന ഭാഗമല്ല, ഓരോന്നോരോന്ന് മാറ്റിയിട്ട് അവിടുത്തെ പുല്ലെല്ലാം വൃത്തിയാക്കി ഇനി അവിടെ വേണം നമുക്കിനി അടുത്ത ഗ്രോ ബാഗൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. ഗ്രോ ബാഗ് നിറയ്ക്കാൻ വന്നതാണെങ്കിലും ഇവിടെ കുറച്ച് ചീനിക്കമ്പൊക്കെ കിടന്നു. അപ്പോൾ അതൊക്കെ പറിച്ച് നല്ല വെയിലും ഉണ്ടോന്ന് പുഴുങ്ങി വെയിലത്തിടാമെന്ന് കരുതി. ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് വെയിലത്തിട്ടാലേ ചീനിയില്ലാത്ത സമയത്തൊക്കെ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അതും ഇതിനിടയ്ക്ക് കൂടെ ഇനി നടക്കണം, വെയിലത്താക്കണം. ഇത് കോഴിവളമൊക്കെ കൊണ്ടിടുന്ന റിങ്ങാണിത്. കോഴിവളത്തോടൊപ്പം തന്നെ അടിച്ചു വാരുന്ന കരിയിലയും അതുതന്നെ ചാരവും ഒക്കെ ഇവിടെ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടാറുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ മിക്സായി കിടക്കുകയാണ് കേട്ടോ. അപ്പം വളരെ പഴക്കം വേണം നമ്മുടെ കോഴിവളത്തിന്. പുതിയ കോഴിവളം നമ്മൾ ഇട്ട് കൊടുത്താൽ നമ്മുടെ ചെടി നശിച്ചു പോകും. നല്ല ചൂടാണ് കോഴിവളത്തിന്. അപ്പോൾ അത് സമ്പുഷ്ടീകരിക്കുക എന്ന് പറഞ്ഞാൽ കുറേ നാളിങ്ങനെ ഒരു റിങ്ങിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഴിക്കകത്തോ ഇട്ടതിന് ശേഷം അവിടെ കിടന്ന് ഇച്ചിരി നമ്മൾ നനവൊക്കെ കൊടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം. എന്നിട്ടൊരു പുട്ടിൻ്റെ പൊടിയുടെ പരുവത്തിൽ നമ്മൾ ഇതിനെ ആക്കി എടുത്തിട്ട് വേണം നമ്മുടെ കൃഷിക്കൊക്കെ ഉപയോഗിക്കാനായിട്ട്. അപ്പം മേളിൽ കിടന്ന് കുറച്ചങ്ങോട്ട് നീക്കി മാറ്റിയതിന് ശേഷം അടിയിൽ കിടക്കുന്നത് എടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഒരു ബക്കറ്റോളം ആയി. അപ്പോൾ നമ്മുടെ മണ്ണ് 10 സിമെൻറ്റ് ചാക്കിലെ മണ്ണ് ഇവിടെ തട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിനി ഒന്നേന്ന് പറഞ്ഞ് ഓരോ വളങ്ങൾ ചേർക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ നമ്മൾ റിങ്ങിനകത്തു നിന്ന് കോഴിവളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കോഴിവളം ആദ്യം തട്ടിയിടാം. അതാണ് നമ്മുടെ ഒരു പെയിൻറ്റ് ബക്കറ്റിന് ഒരു ബക്കറ്റോളം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബക്കറ്റാണേ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ആ ബക്കറ്റിന് അര ബക്കറ്റ് നമ്മുടെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചാണകമല്ല, ചാണകപ്പൊടി. ചാണകമൊക്കെ നമ്മൾ ഒരിടത്ത് കൂട്ടി ഇടുമ്പോഴത്തേക്ക് ഒന്ന് മൂടി ഇടുമ്പോഴത്തേക്ക് അത് അവിടെ കിടന്ന് നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞോളും. അപ്പം അര ബക്കറ്റ് ചാണകം കൂടെ വീശി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത കരിയിലപ്പൊടിയാണ്. കുറച്ച് കരിയിലപ്പൊടിയും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം.
കരിയില നമ്മൾ അടിച്ചു കൂട്ടി ഒരിടത്ത് കൂട്ടി ഇട്ടേക്കുവാന്നുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് നന്നായിട്ട് അങ്ങ് പൊടിയും കേട്ടോ. ഇടയ്ക്കൊക്കെ ഇച്ചിരി വെള്ളം നനച്ച് കൊടുക്കുക. ഇച്ചിരി ചാണകമൊക്കെ കലക്കി ഒഴിക്കാന്നുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞോളും കണ്ടോ. അപ്പം നമ്മുടെ മണ്ണിൻ്റെ അളവൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ നല്ല ഫലപുഷ്ടിയായിട്ട് നമുക്ക് ഓരോന്ന് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഈ കരിയില പൊടിയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അടിച്ചു വരുന്ന കരിയിലയൊന്നും കളയാതെ ഇരിക്കുക. ചാക്കിനകത്തോ ഗ്രോ ബാഗിനകത്തോ ഒക്കെ വാരി സൂക്ഷിച്ച് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴിയെടുത്ത് അതിനകത്ത് കൊണ്ടിട്ടിരുന്നാലും മതി. പിന്നെ ഈ മണ്ണിനകത്തോട്ട് നമ്മൾ കുമ്മായം അല്ല ഇടുന്നത്, ഡോളോമൈറ്റാണ് ഇടുന്നത്. ഒരു ചെറിയ പോട്ടിനകത്ത് നമ്മൾ ചെടിയൊക്കെ ആദ്യമായിട്ട് നട്ടു വെക്കുന്ന ഒരു ചെറിയ പോട്ടുണ്ടല്ലോ, അപ്പം ആ ചെറിയ പോട്ടിനകത്തോട്ട് ഒരു പോട്ട് ഡോളോമൈറ്റ് ഇങ്ങനെ വീശി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എല്ലായിടവും പറ്റണം. പിന്നെ നമ്മൾ നന്നായിട്ട് കൂട്ടി ഇളക്കും കേട്ടോ. എന്നാലും എല്ലായിടവും ഒന്ന് വീഴത്തക്ക രീതിയിൽ ഒരു കൊച്ചു കപ്പിനകത്ത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സൂപ്പർ മീലാണ്. നമ്മൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് സൂപ്പർ മീൽ. അതില്ലാന്നുണ്ടെങ്കിൽ സ്റ്റെറാമീൽ ഇട്ടുന്നുണ്ടെങ്കിൽ അതിടാം. ഓക്കെ, അതൊരു 2 കപ്പ് നന്നായിട്ട് അങ്ങോട്ട് വീശി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഇതായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പം സ്ഥിരം കാണുന്നവരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തങ്ങ് പോയാലും മതി. അവർക്ക് ചിലപ്പോൾ അത് വെറുപ്പായിട്ട് തോന്നും. ഇപ്പോൾ എന്നും ഇത് കാണിക്കുമ്പോഴേ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഇത് നന്നായി കണ്ടാൽ നിങ്ങൾക്ക് ഇതേപോലെ കൃഷി ചെയ്താലും നന്നായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, 2 കപ്പ് ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മൾ ചെടി വളരുന്നതിനനുസരിച്ച് മാത്രം വളം കൊടുത്താൽ മതി. ഇനി നല്ലോണം ഇതിനെ കൂട്ടി അങ്ങോട്ട് ഇളക്കണം. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ അങ്ങോട്ട് കൂട്ടി ഇളക്കി, നമ്മളിലെ തേങ്ങയൊക്കെ വറക്കുമ്പോൾ ഇട്ട് നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് വറക്കത്തില്ലേ, ഇങ്ങോട്ട് ഇട്ട് നല്ലതുപോലെ കിണ്ടി 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 കണ്ടോ നല്ലതുപോലെ ഇളക്കി തേച്ച് മറിച്ച് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യണം. അണ്ണൻ കൃഷിയിൽ ഉസ്താദാന്ന് തോന്നുന്നു. ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുത്ത് ദൈവം നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നന്നായിട്ട് ഒരു സൈഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സൈഡ് 2 or 3 വെട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മളിട്ട വളമെല്ലാം എല്ലായിടവും അങ്ങ് പറ്റിക്കോളും. ഈ കരിയിലപ്പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും ചേർക്കാൻ കേട്ടോ. ഇവിടെ ഞാൻ ചകിരി ചോറൊന്നും ചേർക്കാറില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇഷ്ടം പോലെ കരിയിലയൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊക്കെ ചേർക്കാം. പിന്നെ നമ്മുടെ ഗ്രോ ബാഗിൻ്റെ അടിയിലും നമുക്ക് കരിയിലപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ കൊന്നയുടെ ഇലയോ ഒക്കെ ചേർക്കാം. പച്ചിലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ ഇങ്ങനെ ഇളക്കി തീരാറായി. നമ്മൾ കുമ്മായമൊക്കെ ഇടുകയെന്നുണ്ടെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് കുമ്മായം ഇട്ട് ഇളക്കി മറിച്ചിട്ടതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വളമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത്രയൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യാനൊന്നും വയ്യ. അപ്പോൾ ഡോളോമൈറ്റ് ആകുമ്പോൾ ഇങ്ങനെ അങ്ങ് ചെയ്തിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം കൂടെ കിടന്നൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് ഗ്രോ ബാഗിൽ വാരി വെച്ചിട്ടൊന്ന് സെറ്റായിട്ട് നമുക്ക് തൈകളൊക്കെ നട്ടാലും മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിത്തൊക്കെ ഓർഡർ ചെയ്യുമ്പം തന്നെ നിങ്ങളിങ്ങനെ മണ്ണൊക്കെ ഒരുക്കി അങ്ങ് ഇട്ടേക്കണം. നല്ല തൈകളൊക്കെ കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് നടാം. അപ്പോൾ ഒരു സൈഡിലോട്ടുള്ളത് കഴിഞ്ഞു. ഇനി അടുത്ത സൈഡിലോട്ട് നിന്നിട്ട് ഇനി ഒന്നുകൂടെ തിരിച്ചു പിടിക്കുകയാണ്. ഇച്ചിരിയൊക്കെ പ്രയാസപ്പെട്ടെങ്കിലേ കൃഷിയൊക്കെ നേരെ ആവത്തുള്ളൂ കേട്ടോ. നമ്മളും ഇതിനോടൊപ്പം ചെയ്യണം. നമ്മളിപ്പം വരുന്നവർ തന്നെ എല്ലാം അങ്ങ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നാലും ശരിയാവത്തില്ല. നമ്മളും അവരുടെ ഒപ്പം നിന്നെങ്കിൽ മാത്രമേ കൃഷിയൊക്കെ നന്നാക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാം മിക്സാക്കി ഞാൻ പറയുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചും ഇതേപോലെ അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. മൊത്തം മിക്സായില്ലേ, അതാണ് ഇതിൻ്റെ നമ്മൾ കൊടുത്ത വളം എല്ലായിടവും മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടവും ചെന്നില്ലെങ്കിലും ചില ഗ്രോ ബാഗ് ഇരുന്ന് കരയും, എനിക്കൊന്നും കിട്ടിയില്ല, മറ്റേ ഗ്രോ ബാഗിനകത്താന്നേ എല്ലാം കിട്ടിയെന്നും പറഞ്ഞിരുന്ന കരഞ്ഞാൽ വിഷമമല്ലേ. അല്ലെങ്കിൽ നമ്മൾ നടുന്നതുണ്ടല്ലോ, ചിലർ നന്നായി വളരും, ചിലർ ക്ഷീണിച്ച് കുത്തിയിരിക്കുന്നതാണ്. അതെ. അപ്പോൾ അവർ പറയും എൻ്റെ അമ്മ എനിക്ക് കുറച്ചേ തന്നോളൂ, അവർക്ക് കൂടുതൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാളെ. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാവർക്കും ഒരേപോലെ വീതം വെച്ച് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കഴിഞ്ഞു. ഇനി അങ്കിളിൻ്റെ ഒരു സ്പെഷ്യലാണ് ഇത് കേട്ടോ.
നിങ്ങൾ ചെയ്യണമെന്നില്ല, ചെയ്താൽ നല്ലതാ. ഒന്ന് വെതറി വെതറി ഇടുക അല്ലയോ? ഇതായിക്കോട്ടോ, നമ്മൾ സിമെന്റ് കുഴയ്ക്കുമല്ലോ, അത് നോക്കണം. അതാണ് ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലായിടവും പോകും. ഒന്ന് കുടഞ്ഞിടുക അല്ലയോ? അത് തന്നെ, ഒന്ന് കുടഞ്ഞിങ്ങനെ ഇടുകയെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം ഞാനിങ്ങനെ ഓരോ വീഡിയോയിലും ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്തിനാ, കുറച്ച് പേരെങ്കിലും വിഷമില്ലാത്ത രീതിയിൽ പച്ചക്കറികളൊക്കെ കഴിക്കട്ടെ എന്ന് കരുതി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇപ്പം നമുക്കറിയാമല്ലോ, ഒരു ഹോസ്പിറ്റലിലൊക്കെ ചെന്നിരുന്ന് ഒരു ഡോക്ടറെ കാണാനായിട്ട് എത്ര നേരം വന്നറിയാമോ ടോക്കൺ എടുത്തിട്ട് കാത്തിരിക്കുന്നത്. അതിൻ്റെ 4/1 സമയം മതി ഒരു കുറച്ച് പച്ചക്കറികളൊക്കെ നട്ട് നല്ല ആരോഗ്യത്തോടെ നമുക്ക് വീട്ടിൽ ഇരിക്കാം. 10 ഗ്രോ ബാഗിൽ നമുക്ക് അല്ലെങ്കിൽ സിമെൻറ്റൊക്കെ തട്ടിയിടുന്ന മണ്ണ് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഒരു 15 ഗ്രോ ബാഗിനകത്തെങ്കിലും 15-16 ഗ്രോ ബാഗിനകത്തെങ്കിലും നിറയ്ക്കാനുള്ള മണ്ണുണ്ട്. നമ്മളൊരു അര ഭാഗം മാത്രമല്ലേ നിറയ്ക്കത്തുള്ളൂ. പിന്നെ ഓരോ വളം ഇടുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ അധികം വരുന്ന മണ്ണ് നമ്മളൊരു ചാക്കിനകത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂന കൂട്ടി മറച്ചൊക്കെ ഇടാമെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ഈ ചെടികളുടെ ചുവട്ടിൽ മണ്ണ് കുറയുമ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. ഈ ഗ്രോ ബാഗിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴും കിടന്ന് നമ്മളിങ്ങനെ മണ്ണ് ഒരുക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പം കുറച്ച് മണ്ണ് മഴയാണെങ്കിലും വെയിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരപ്പെടും എല്ലാവർക്കും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കരിയില, നമ്മളൊരു കാൽഭാഗത്തോളം കൂടുതൽ കരിയില നമ്മളിതിനകത്ത് നിറച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇനി ആണ് ഇതിനകത്തോട്ട് മണ്ണ് ഇടുന്നത്. ഇതൊക്കെ അറിയാമല്ലോ, കരിയില നിറയ്ക്കുക, പിന്നെ മണ്ണിടുക, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഗ്രോ ബാഗിനകത്തെല്ലാം അര ഭാഗത്തോളം മണ്ണ് നിറച്ച് വെച്ചിരിക്കുകയാണേ. എല്ലാം നല്ല സുന്ദരി കുട്ടികളായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പം കുറേ ഗ്രോ ബാഗിനകത്തുണ്ടല്ലോ നമ്മൾ പറിച്ച കപ്പയുടെ ഇലയുണ്ടല്ലോ, അതും ഏറ്റവും നല്ല കേട്ടോ, പെട്ടെന്ന് അഴുകി ചേരുന്നതാണ്, മണ്ണോടങ്ങ് അഴുകി ചേർന്നോളും. അത് ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഗ്രോ ബാഗിൻ്റെ അടിക്ക് ചേർക്കാം. പ്രത്യേകിച്ച് പിന്നെ പറയാനുള്ളത് തേക്കിൻ്റെ ഇല, റബ്ബറിൻ്റെ ഇലയൊക്കെ അതൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുളിയുടെ ഇല അതൊക്കെ അങ്ങ് ഒഴിവാക്കുക. എല്ലാവരും കൂടി ഇങ്ങനെ സുന്ദരി കുട്ടികളായിട്ട് ഇരിക്കുന്നതാണ് തന്നെ ഒരു ഭംഗിയുണ്ടല്ലേ, നല്ല രസമാണ്. ഇനിയിപ്പം അവരെ പ്രത്യേകം നല്ലൊരു രീതിയിൽ കൊണ്ട് ഇരുത്തണം. അവർക്കൊരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് കൊടുത്തിട്ട് അതിനകത്ത് ഇരുത്താം. ഇങ്ങനെ ഓരോരോ ഗ്രോ ബാഗ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു അര ഭാഗത്തോളം നമ്മൾ മണ്ണ് നിറയ്ക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ ചെടിയൊക്കെ നട്ടിട്ടാണ് പിന്നെ മണ്ണും വളമൊക്കെ ഇങ്ങനെ ബാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. എല്ലാം ഇങ്ങനെ അങ്ങോട്ട് നിറച്ച് വയ്ക്കാം. എല്ലാ ഗ്രോ ബാഗും നിറച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതിനകത്ത് ഒന്നും നടുന്നില്ല. ഒരു 4-5 ദിവസം ഇങ്ങനെ ഇരുന്ന് നമ്മുടെ വളവും മണ്ണും കരിയില എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം മാത്രമേ ഇനി ഇതിനകത്തോട്ട് തൈകൾ നടുന്നുള്ളൂ. ഇപ്പം വിത്തുകളൊക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിതിങ്ങനെ മണ്ണൊക്കെ ഒരുക്കി ഇട്ടേക്കുക. പിന്നെ വിത്തുകൾ വരുമ്പോഴത്തേക്ക് വിത്തുകൾ പാകുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും വളമൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. സ്വല്പം ചാണകപ്പൊടി മണ്ണും എടുത്തിട്ട് അതിനകത്തോട്ട് വിത്തുകൾ പാകുന്നതാണ് ഏറ്റവും നല്ലത്. തൈകൾ ഒരു 4 പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഇതിനകത്തോട്ട് പറിച്ച് മാറ്റി നടാം. ഇപ്പോഴത്തെ നമ്മുടെ ഗ്രോ ബാഗും മണ്ണും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആ മണ്ണെല്ലാം ഉണ്ടല്ലോ നല്ല സെറ്റായിട്ട് ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഒരു തണലത്തോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് മൂടി വെച്ചിരുന്നാൽ അങ്ങനെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഇനി ഒരാഴ്ച കഴിഞ്ഞ് കാണാം. അപ്പം നമ്മുടെ ഗ്രോ ബാഗെല്ലാം നമ്മൾ മൂടി വെച്ചിരിക്കുകയാണ്, മഴവെള്ളം വീഴാതെ. അപ്പം രാവിലെ ആകുമ്പം കുറച്ച് നേരം ഒന്ന് തുറന്നിട്ടിട്ട് വീണ്ടും നമുക്കങ്ങ് മൂടി വെച്ചേക്കാം. അല്ലെങ്കിൽ മഴവെള്ളമൊക്കെ വീണാൽ എന്ത് ചെയ്യും, അതിൻ്റെ വളമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകത്തില്ലേ. അപ്പം അങ്ങനെ ഇരിക്കട്ടെ കുറച്ച് 3-4 ദിവസത്തേക്ക്. അപ്പം എല്ലാവരും ഇതേപോലെ നിങ്ങളുടെ വീട്ടിലിങ്ങനെ പഴയ ചാക്കിനകത്ത് അതേപോലെ തന്നെ ഗ്രോ ബാഗിനകത്ത് അല്ലെങ്കിൽ ടെറസിലൊക്കെ ഇതേപോലെ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. വലിയ ഡ്രമ്മിനകത്തൊക്കെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ തട്ടിയിട്ടിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഇട്ടിട്ട് ഇതേപോലെ വളമൊക്കെ ഇട്ട് ഇടയ്ക്ക് നമ്മുടെ കൃഷിയൊക്കെ മാറുമ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്തിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കൃഷിയൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വിളവൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഞാനും ഇതേപോലെ മണ്ണെല്ലാം മാറ്റി ഇത് ഡോളോമൈറ്റും ഒക്കെ ഇട്ട് നല്ല വളപ്രയോഗമൊക്കെ നടത്തിയതിന് ശേഷം നമ്മുടെ വിത്തുകൾ പാകിയിട്ട് അതേപോലെ തന്നെ തൈകൾ മാറ്റി നട്ടിട്ട് എങ്ങനെയുണ്ടെന്നും കൂടെ നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഗ്രോ ബാഗിനകത്ത് കൃഷി ചെയ്യുന്നവർക്കും ഇതേ രീതി തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഇനി പഴയ മണ്ണിനകത്ത് ട്രീറ്റ് ചെയ്യുന്ന കാര്യമാണല്ലോ ഇനി പറഞ്ഞത്, അതുകൊണ്ട് ഇനി പുതിയതിനകത്ത് ഇനി എങ്ങനെ തുടങ്ങുമെന്നുള്ള ആ ഒരു വിഷമമൊന്നും വേണ്ട. പുതിയ ഗ്രോ ബാഗിനകത്തും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് നല്ല പച്ചപ്പോടി നമ്മൾ നടുന്നതായ
പച്ചക്കറികൾ എന്താണ് നന്നായിട്ട് ആരോഗ്യത്തോടുകൂടെ വളർന്നു വരും. അപ്പം വിത്തും അതുപോലെ മണ്ണും നന്നായെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിളവ് ലഭിക്കത്തുള്ളൂ. അപ്പം ഇതേപോലെ നട്ടതായ തൈകളെയും അതേപോലെ തന്നെ പടർന്നു കയറി വരുന്നതായ നമ്മുടെ കുക്കുംബറിനെയൊക്കെ ഒന്ന് കാണാം. അപ്പം ഞാൻ ഗ്രോ ബാഗിനകത്ത് നിറച്ച് വെച്ചിരുന്ന മണ്ണിനകത്ത് തക്കാളി തൈ നട്ടിരിക്കുന്നതാണ്. അപ്പം തക്കാളി തൈ നട്ടപ്പം നമ്മൾ ഈ മണ്ണ് നിറച്ചതിന് ശേഷം ഉടനെ നമ്മൾ നമ്മുടെ വിത്തുകൾ കൊണ്ട് നടാതിരിക്കുക, അതുപോലെ തൈകൾ കൊണ്ട് നടാതിരിക്കുക. ഒരു 2 ആഴ്ചയെങ്കിലും മിനിമം. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് ഞാനിപ്പം ഇതൊക്കെ മണ്ണ് നിറച്ച് വെച്ചതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ തൈകളൊക്കെ നട്ടത്. അപ്പോൾ ഒരു 5 ദിവസം കഴിയുമ്പം തൊട്ട് നമുക്ക് നടാം. പക്ഷേങ്കിൽ നമ്മൾ വളം ഇടുന്നതിൻ്റെ അന്നോ അതിൻ്റെ പിറ്റേന്നോ ഒന്നും ചെയ്യാതിരിക്കുക. കാരണം ഈ വളത്തിന് നല്ല ചൂടുണ്ട്. നമ്മൾ സൂപ്പർ മീൽ ഇടുന്നുണ്ട്, അതുപോലെ നമ്മൾ ഡോളോമൈറ്റ് ഇട്ടു, കോഴിവളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചൂട് കൊണ്ട് നമ്മൾ ഇടുന്നതായി വിത്തുകൾ ചിലപ്പോൾ ഇരുന്ന് അവിഞ്ഞു പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ക്ഷമയൊക്കെ കുറയും. എന്നാലും ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ നടുന്നതായ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നട്ടേക്കാൻ തക്കാളി 2 എണ്ണം വെച്ചാണ് നട്ടിരിക്കുന്ന ഒരു മൂട്ടിൽ. ഒന്ന് പോയാൽ ഒന്നെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ 2 എണ്ണം വെക്കുന്നത്. അപ്പം ആ മണ്ണിനകത്ത് വെച്ചപ്പോൾ എല്ലാം നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 4ാമത്തെ തലമുറയിലെ തക്കാളിയാണ് ഞാൻ ഈ നട്ടിരിക്കുന്നത്. ഇപ്പം കുറേ നാളായി ഞാൻ തക്കാളി മേടിച്ചിട്ട് നന്നായിട്ട് എനിക്ക് തക്കാളി ഇവിടെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം തക്കാളി നട്ട വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു നോക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്നും തക്കാളിയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഒരു 10-12 മൂട് തക്കാളി ഞാൻ നട്ടിട്ടുണ്ട്. പിന്നെ കൂടാതെ പാവൽ നട്ട പാവലും നന്നായിട്ട് കയറി വരുന്നുണ്ട്. ഇവിടെ നട്ടിട്ടുണ്ട്. 2 ഗ്രോ ബാഗിനകത്തേ നട്ടിട്ടുള്ളൂ പാവൽ. പിന്നെ അതുപോലെ നമ്മുടെ കുക്കുംബർ നട്ടേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനത് പന്തലിൻ്റെ അടുത്തോട്ട് കൊണ്ടുവച്ചിരിക്കുകയാണ്. അതുകൂടെ നമുക്കൊന്ന് കാണാം. അപ്പോൾ കുക്കുംബർ കൃഷിയിൽ ഞാൻ നമ്മുടെ കുക്കുംബറിൻ്റെ വിത്ത് നട്ട് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എങ്ങനെ നടാം എന്നുള്ളത്. അപ്പം ആ ഗ്രോ ബാഗിനകത്ത് അന്ന് നട്ട് നമ്മുടെ കുക്കുംബറാണ് നന്നായിട്ട് പടർന്ന് നോക്കിക്കാൻ എന്ത് ആരോഗ്യത്തോടെ വളർന്നു വരുന്നത്. ഒരെണ്ണത്തിനകത്ത് 4 വിത്തുകൾ വീതം നട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നന്നായിട്ട് കിളിച്ചു വരുന്നുണ്ട്. അപ്പോൾ അത് പന്തലിലോട്ട് ഞാൻ എൻ്റെ പന്തലിലോട്ട് കയറ്റി വിട്ടിരിക്കുകയാണ്. ഇനി അവരങ്ങ് കയറിക്കോളും. ഈ നെറ്റിനകത്ത് പിടിച്ച് അങ്ങ് മുകളിലോട്ട് അങ്ങ് പോയിക്കോളും. അപ്പോൾ എല്ലാവരും ഇതേപോലെ മണ്ണൊന്ന് ട്രീറ്റ് ചെയ്തിട്ട് നിങ്ങൾ പച്ചക്കറികൾ നടുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മണ്ണൊരുക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതേപോലെ എല്ലാവരും കൃഷി ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. നിങ്ങൾക്ക് വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ ഗ്രോ ബാഗും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം പുതിയ ഗ്രോ ബാഗൊക്കെ എത്തിയിട്ടുണ്ട്. 12x12 ആണ് സൈസ്. അതുപോലെ 250 GSM ആണ്. അപ്പം നമ്മൾ തന്നെ അത് കൃഷി ചെയ്ത് നോക്കിയിട്ടാണ് നമ്മളിത് വെബ്സൈറ്റിൽ ഇടുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.